മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എൽഡിഎഫിന് കൊടുത്ത മട്ടന്നൂരിൽ വി.കെ. സനോജ് പിന്നിലാണ്. ഇതൊരു അത്ഭുതമാണ്, ഇത് അസംഭവ്യമാണ്. പക്ഷെ നോക്കൂ, മുഖ്യമന്ത്രിയേക്കാൾ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കിട്ടിയ ഇടമാണ് മട്ടന്നൂർ. ഇത് പാർട്ടിയെ തിരുത്താനുള്ള വോട്ടാണ്, പാർട്ടിയെ തിരുത്താനുള്ള ജനവിധിയാണ്. അത് പാർട്ടിയുടെ വോട്ടാണ്, പാർട്ടിയെ തോൽപ്പിച്ച വോട്ടാണ്. പാർട്ടി സ്വയം തോറ്റതാണോ? തിരുത്താനുള്ള ശ്രമങ്ങളെ മുഴുവനും കടയടക്കം പാടില്ല എന്ന് പറഞ്ഞ വെട്ടിയില്ലാതാക്കിയതിന്റെ മറുപടി എന്ന നിലയ്ക്കാണ് ഈ കിട്ടുന്നത് എന്ന് പറയേണ്ടി വരും. പയ്യന്നൂരിന് മറുപടി പറയേണ്ടി വരും, തളിപ്പറമ്പിന് മറുപടി പറയേണ്ടി വരും. മറുപടിയാണ് ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ആരോഗ്യവകുപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഏത് രൂപത്തിലായിരുന്നു നമ്മൾ കണ്ടതാണ്. ഒടുവിൽ KSU പ്രവർത്തകർ സമരം ചെയ്ത് കരിങ്കൊടി പ്രതിഷേധത്തിനെ വധശ്രമമായി അവതരിപ്പിച്ചതിനുള്ള മറുപടിയാണ്. ഇവിടെ കപ്പലുണ്ടെന്നും ഉലയാത്ത കപ്പലുണ്ടെന്നും കപ്പിത്താനുണ്ടെന്ന് പറയുമ്പോൾ കപ്പിത്താനും കപ്പലും അടക്കം താഴേക്ക് പോകുന്ന, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരിക്കുന്നത്. മട്ടന്നൂരിലും അതാ UDF-ന്റെ ലീഡ് എന്നുള്ള അഞ്ചാം റൗണ്ട് എണ്ണുമ്പോഴും ധർമ്മടത്ത് പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. തളിപ്പറമ്പിൽ CPM പിന്നിലാണ്, പയ്യന്നൂരിൽ CPM പിന്നിലാണ്, മട്ടന്നൂരിൽ ഇപ്പോൾ LDF പിന്നിലായിരിക്കും. മട്ടന്നൂരിൽ UDF ലീഡ് ചെയ്യുകയാണ് എന്ന വാർത്തയാണ്. ചന്ദ്രൻ തില്ലങ്കേരിക്ക് 742 വോട്ടിന്റെ ലീഡ് മട്ടന്നൂരിൽ. അവിശ്വസനീയമാണ്, വിശ്വസിക്കാനാകാത്തതാണ്. മട്ടന്നൂരിൽ UDF ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ്. 742 വോട്ടിന്. നോക്കൂ, ചന്ദ്രൻ തില്ലങ്കേരി എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? മട്ടന്നൂരിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും നിൽക്കുമോ? ധർമ്മടത്ത് പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ ശരി, അബ്ദുൾ ഉണ്ടായിരുന്നു. പക്ഷെ മട്ടന്നൂരിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും നിൽക്കുമോ? വേണ്ടെന്ന് തിരിച്ചു കൊടുത്ത മണ്ഡലമാണ്. അവിടെ 742 UDF പോലും പ്രതീക്ഷിക്കാത്ത അവിശ്വസനീയമായ വിജയം ധർമ്മടത്ത്, മട്ടന്നൂരിൽ. ഇടതിന്റെ കോട്ടകൾ ഇളകുന്നു. തളിപ്പറമ്പിൽ, പയ്യന്നൂരിലും വി. കുഞ്ഞികൃഷ്ണൻ വിജയിച്ചേക്കാമെന്നുള്ള സൂചനകളാണ് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ പയ്യന്നൂരിൽ വി. കുഞ്ഞികൃഷ്ണൻ വിജയിച്ചാൽ, TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ വിജയിച്ചാൽ, മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി വിജയിച്ചാൽ, ധർമ്മടത്ത് അബ്ദുൾ റഷീദ് വിജയിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതിന് പാർട്ടി പ്രവർത്തകർ കണ്ടെത്തേണ്ടി വരും. ഏത് സീറ്റാണ് ഇനി CPM-ന് സേഫ്? അല്ല, മാത്രമല്ല ചില പ്രചരണ വാചകങ്ങൾ നമുക്ക് അറം പറ്റിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ എന്ന് പറയുമ്പോൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയായി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി മന്ത്രിമാരും ഒന്നിച്ചങ്ങ് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നു മുതൽ സങ്കടകരമായ കാര്യം കൂടിയുണ്ട് കേട്ടോ. CPM ഇനി ഭരണത്തിലില്ല എന്നുള്ള കാര്യം സങ്കടകരമായ കാര്യമാണ്. പക്ഷെ കേരളത്തിൽ CPM അങ്ങ് ഇല്ലാതാവുകയൊന്നുമില്ല. തിരുത്താനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി എന്നുള്ളതാണ്. ആ തിരുത്തലിലൂടെ CPM തിരിച്ചു വരണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ചക്ക മുറിച്ച് UDF പ്രവർത്തകരുടെ ആഘോഷം. സജീന്ദ്രന്റെ നേതൃത്വത്തിലാണ്. 2020 ചിഹ്നമാണ് ചക്ക മുറിഞ്ഞു. അപ്പൊ ചക്ക വെട്ടി ഒരു ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 അടപടലം, ചക്ക എല്ലാം ചീഞ്ഞുപോയി. അപ്പോൾ മട്ടന്നൂരില് കഴിഞ്ഞ തവണ 60,963 വോട്ടാണ് KK. കൊടുങ്കലിൽ 3216 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. മാനന്തവാടി UDF സ്ഥാനം ഉഷ വിജയൻ 1010 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. കോന്നിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജനീഷ് കുമാർ പിന്നിലാണ്. കോന്നിയിൽ 562 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്യുന്നു. കോന്നിയിൽ ലീഡ് ചെയ്യുന്നു. പയ്യന്നൂരിൽ എണ്ണാൻ ബാക്കിയുള്ളത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 18 ബൂത്തുകളാണ്. രാമന്തളി, എരമം, കുറ്റൂര്, ചെറുപുഴ പഞ്ചായത്തുകളാണ് ഇനി എണ്ണാനുള്ളത്. ഇതേ ട്രെൻഡിലാണെങ്കിൽ, വോട്ടിംഗ് പാറ്റേൺ ആണെങ്കിൽ പയ്യന്നൂരിൽ അട്ടിമറി വരും. അങ്ങനെയാണെങ്കിൽ LDF-ന് വലിയ ലീഡ് ലഭിക്കാനുള്ള എരമം, കുറ്റൂർ പഞ്ചായത്ത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ LDF-ന് തിരിച്ചടി പയ്യന്നൂരിൽ കാത്തിരിക്കുന്നു. ബാലുശ്ശേരിയിൽ 6830. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി 147 വോട്ടിന് വീണ്ടും അത്ഭുത പോറ്റിയായി മാറിയിരിക്കുകയാണ്. 147 വോട്ടിന് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ലീഡ് ചെയ്യുന്നു. മാടമ്പി അട്ടിമറിച്ച മാടപ്രാവ് 4 റൗണ്ട് പൂർത്തിയാകുമ്പോഴാണ്